15ാം കേരള നിയമസഭയുടെ 14ാമത് സമ്മേളനത്തിൻ്റെ 9ാം ദിന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണപ്പാളി വിഷയം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിപക്ഷ ബഹളത്തോടെയാണ് ഇന്നും സഭ തുടങ്ങിയത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയം സംബന്ധിച്ച ഹൈക്കോടതി നിരീക്ഷണം ഞെട്ടിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. ഉയർന്ന നിരക്കിൽ വിൽപ്പന നടത്തി എന്നാണ് ഹൈക്കോടതിയുടെ ഫൈൻഡിംഗ്. സർ, ശബരിമലയിലെ ദ്വാരപാലക ശില്പം ഉയർന്ന നിരക്കിൽ വിൽപ്പന നടത്തി എന്നുള്ളൊരു ഫൈൻഡിംഗ് ഉണ്ടായിരിക്കുന്നു. കോടതിയുടെ മേൽനോട്ടത്തിലിരിക്കുന്ന വിഷയമാണിതെന്നും അതിനെ സർക്കാരും ദേവസ്വം ബോർഡും സ്വാഗതം ചെയ്തിട്ടുണ്ടെന്നും മന്ത്രിമാരായ പി രാജീവും എം.പി. രാജേഷും വ്യക്തമാക്കി. ഈ ഗവൺമെന്റും ദേവസ്വം ബോർഡും മന്ത്രിയും എല്ലാം വ്യക്തമാക്കി ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ ഒരു അന്വേഷണം വരുമ്പോൾ ഹൈക്കോടതിയെ പോലും അംഗീകരിക്കാതെയുള്ള ഈ നാടകം കേവലം സങ്കുചിത രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ളതാണ്. നിയമസഭാ നടപടികൾ തുടർച്ചയായി സ്തംഭിപ്പിക്കുന്നത് ഹൈക്കോടതിയെ പോലും അംഗീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറല്ല എന്ന നിലപാടാണ് കാണുന്നത്. തുടർച്ചയായി തിരിച്ചടികൾ പ്രതിപക്ഷത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയാണ് പരമോന്നത നീതിപീഠം സുപ്രീം കോടതി പറഞ്ഞത് രാഷ്ട്രീയ കളിയുമായി ഇങ്ങോട്ട് വരരുത് എന്ന് അവരോട് പറഞ്ഞത്. അതുകൊണ്ട് കോടതിയെ ഭയമാണ്, നിയമസഭയെ ഭയമാണ്, ചർച്ചയെ ഭയമാണ്, ജനങ്ങളെ ഭയമാണ്. ചോദ്യോത്തരവേളയിൽ ചോദ്യങ്ങളുടെ പട്ടികയിലെ 3 ചോദ്യങ്ങൾക്കാണ് മന്ത്രിമാർ സഭയിൽ നിന്ന് വാക്കാൽ മറുപടി നൽകിയത്. ഉന്നതി ഓവർസീസ് സ്കോളർഷിപ്പ് പദ്ധതി, സംസ്ഥാനത്തിന്റെ സമഗ്ര കായിക വികസനം, ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ എന്നിവ സംബന്ധിച്ച അംഗങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ബന്ധപ്പെട്ട മന്ത്രിമാർ ഇന്ന് മറുപടി പറഞ്ഞത്. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ വിദേശ പഠന സാധ്യതകൾ ലഭ്യമാക്കിയതായി മന്ത്രി ഒ.ആർ. കേളു അറിയിച്ചു. ഓവർസീസ് സ്കോളർഷിപ്പ് പദ്ധതി വഴി 1059 പട്ടികജാതി വിദ്യാർത്ഥികളെയും 80 പട്ടികവർഗ വിദ്യാർത്ഥികളെയും വിദേശ പഠനത്തിന് അയച്ചിട്ടുണ്ട്. ഉന്നതി ഓവർസീസ് സ്കോളർഷിപ്പ് പദ്ധതിക്കായി പുനഃസംഘടനത്തിന് ശേഷം 404 പട്ടികജാതി വിദ്യാർത്ഥികളെയും 36 പട്ടികവർഗ വിദ്യാർത്ഥികളെയും വിദേശ 1139 പട്ടികവർഗ കുട്ടികളെ വിദേശ പഠനത്തിനായിട്ട് അയച്ചിട്ടുണ്ട്. സാർ, ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പദ്ധതിയുടെ പുരോഗതി സംബന്ധിച്ച കടകംപള്ളി സുരേന്ദ്രൻ എം.എൽ.എയുടെ ചോദ്യത്തിന് കായിക വകുപ്പ് മന്ത്രി വി. അബ്ദുറഹ്മാൻ മറുപടി നൽകി. സംസ്ഥാനത്തെ 167 പഞ്ചായത്തുകളിൽ കളിക്കളങ്ങളുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണെന്ന് മന്ത്രി വ്യക്തമാക്കി. 425 പഞ്ചായത്തുകൾക്കാണ് സ്വന്തമായി കളിക്കളം ഇല്ല എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ ഇപ്പോൾ 167 പഞ്ചായത്തുകൾക്ക് കളിക്കളങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതികൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നു. ഏകദേശം 67 കളിക്കളങ്ങളുടെ നിർമ്മാണം ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. സർ, പ്രതിപക്ഷം സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയതോടെ ഇന്നത്തെ ചോദ്യോത്തരവേളയുടെ അവശേഷിക്കുന്ന ഭാഗങ്ങൾ റദ്ദാക്കി. തുടർച്ചയായ 2ാം ദിനവും ചോദ്യോത്തരവേള തുടരുന്നതിനിടെ ശബരിമല സ്വർണ്ണപ്പാളി വിഷയം ഉന്നയിച്ച് പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിച്ചു. പ്രതിപക്ഷം ഇന്നും ബാനറുകളും പ്ലക്കാർഡുകളുമായി നടുത്തളത്തിലിറങ്ങി സഭാ നടപടികൾ തടസ്സപ്പെടുത്തി. കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ആക്കി. ഇതിലെന്ത് ചെയ്യാൻ പറ്റും അതിനപ്പുറത്ത്? ഇതോടെ ചോദ്യോത്തരവേളയുടെ തുടർന്നുള്ള ഭാഗങ്ങൾ റദ്ദാക്കിയ ശേഷം സഭാ നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചു. ചോദ്യോത്തരം റദ്ദ് ചെയ്യുന്നു, സഭ അല്പസമയത്തേക്ക് നിർത്തിവെക്കുന്നു. എ. രാജ എം.എൽ.എ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മുഖ്യമന്ത്രി മറുപടി നൽകി. ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിലുള്ള പ്രയാസങ്ങൾ സംബന്ധിച്ച് എ. രാജ എം.എൽ.എ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി. നിലവിലുള്ള നിബന്ധനകളിൽ മാറ്റം വരുത്തുന്നതിനും ആവശ്യമായ ഭേദഗതി നിർദ്ദേശിക്കുന്നതിനുമായി 16/4/2025 ബന്ധപ്പെട്ട മന്ത്രിമാരുടെ യോഗം ചേർന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ പ്രപ്പോസൽ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതനുസരിച്ചുള്ള തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. പ്രതിപക്ഷം സഭാ നടപടികളുമായി സഹകരിക്കാതെ വന്നതോടെ അതത് വകുപ്പ് മന്ത്രിമാർ സബ്മിഷനുകൾ മേശപ്പുറത്ത് വെച്ചു. ഇന്നത്തെ സബ്മിഷനുകളുടെ ഉത്തരങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിമാർക്ക് മേശപ്പുറത്ത് വെക്കാവുന്നതാണ്. തുടർന്ന് വിവിധ ബില്ലുകളുടെ അവതരണത്തിനും വകുപ്പ് തിരിച്ചുള്ള പരിഗണനയ്ക്കും ശേഷം സഭ അത് പാസാക്കി. സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2024 കേരള പൊതുവിൽപ്പന നികുതി ഭേദഗതി ബിൽ, 2025 കേരള സംഘങ്ങൾ രജിസ്ട്രേഷൻ ബിൽ, 2025 കേരള കയർ തൊഴിലാളി ക്ഷേമനിധി ഭേദഗതി ബിൽ, 2025 കേരള കയർ തൊഴിലാളി ക്ഷേമ സെസ് ഭേദഗതി ബിൽ എന്നിവ വകുപ്പ് തിരിച്ചുള്ള പരിഗണനയ്ക്ക് ശേഷം പാസാക്കി. ഇനി 2025 കേരള കയർ തൊഴിലാളി ക്ഷേമ സെസ് ഭേദഗതി ബിൽ പാസാക്കുന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ
ഉപക്ഷേമ സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പാസ്സായിരിക്കുന്നു. തുടർന്ന് 2025 കേരള ധനവിനിയോഗ 3-ാം നമ്പർ ബില്ലും സഭ പാസാക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലി കൊടുത്ത, ഇന്ത്യ മൊത്തം PSC നിയമനം ഇല്ലാത്തപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നിയമനം കൊടുത്ത സർക്കാരാണ് കേരളത്തിലെ സർക്കാർ. നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓർഡർ സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്. ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ പൂർത്തിയായി. നമസ്കാരം.